വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം വചനം 1 മുതൽ 12 പഠിപ്പിക്കുന്നത് സ്നാപയോഹന്നാൻ്റെ പ്രഭാഷണത്തെപ്പറ്റിയാണ്. വചനം 2-ൽ സ്നാപയോഹന്നാൻ പ്രസംഗിക്കുകയാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈശോയുടെ വരവോടുകൂടി ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കായുള്ള ആദിയിലെ ദൈവം നിശ്ചയിച്ച രക്ഷാകര പദ്ധതിയായ നിത്യജീവനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സമയം സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു, വന്നു ചേർന്നിരിക്കുന്നതാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം, പഴയ നിയമത്തിൽ നമ്മുടെ രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ കൽപ്പനവും ഹിതവും അനുസരിച്ച് ജീവിച്ചാൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഈ ലോകം നന്മയ്ക്കായുള്ള അനുഗ്രഹങ്ങളായിരുന്നു. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തെ ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിത്യജീവിതമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 15-16 വചനങ്ങൾ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വചനം 6 മുതൽ മനസ്സിലാക്കി കിട്ടുന്നത് ഈശോയിലൂടെയുള്ള രക്ഷാകര പദ്ധതിയായ നിത്യജീവൻ ലഭിക്കാൻ അതിനായി നാം തിരഞ്ഞെടുക്കപ്പെടാനായി നാം മാനസാന്തരപ്പെടണം. അതായത് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിന് യോജിച്ച നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം. പാവം ഉപേക്ഷിക്കണം എന്ന് വചനം പഠിപ്പിക്കുന്നു. നല്ല ഫലങ്ങൾ കായ്ക്കാത്ത വ്യക്തികളെല്ലാം വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും, പതിര് കെടാത്ത തീ കത്തിച്ചു കളയും എന്ന് വചനം പഠിപ്പിക്കുകയാണ്. വചനം 7 മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യം, നാം ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും കൂദാശ ജീവിതഭാവമാക്കുകയും പ്രാർത്ഥിക്കുകയും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും മാത്രം ചെയ്താൽ പോരാ, പാവം ഉപേക്ഷിച്ച് മാനസാന്തരത്തിന് യോജിച്ച നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നാം പരിശ്രമിക്കണം. അതിന് കൃപയ്ക്കായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് വചനം മനസ്സിലാക്കി തരുന്നു. ഇനി വചനം 5-ൽ നമുക്ക് ഉണ്ടാകാനിടയുള്ള സംശയമാണ്, അതായത് യോഹന്നാൻ പാവം ഏറ്റു പറഞ്ഞ് സ്നാനം സ്വീകരിച്ച് മുതിർന്ന ആൾക്കാരല്ലേ, സഭയെ പിന്നെ എന്തുകൊണ്ടാണ് ശിശുജ്ഞാനസ്നാനം അഥവാ മാമോദിസ നടത്തുന്നത്? അതിനുള്ള കാരണം ഈശോയുടെ വരവിന് മുമ്പ് പഴയ നിയമത്തിൽ നിത്യജീവിതമോ ശരീരത്തിൻ്റെ ഉയർപ്പോ ജ്ഞാനസ്നാനമോ ഉണ്ടായിരുന്നില്ല. ദൈവജനമാണ് എന്നുള്ള അടയാളം പരിച്ഛേദന കർമ്മമായിരുന്നു. ഈശോയുടെ വരവോടുകൂടി നിത്യജീവിതത്തിന് അവകാശികളെ മാറാനുള്ള ആദ്യ യോഗ്യതയാണ് ജ്ഞാനസ്നാനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 5-ാം വചനത്തിൽ ഈശോ അരുളി ചെയ്യുന്നുണ്ട്, ജലത്താലും ആത്മാവിനും ജനിക്കാതെ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന്. എന്നാൽ സഭയിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോഴേ മാമോദിസയിലൂടെ ഈ ദൈവിക കൃപയിലേക്ക് ആ കുട്ടിയെ യോഗ്യരാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ കൂദാശ സ്വീകരിക്കാതെ ആ കുട്ടി ഈ ലോകത്തുനിന്ന് വേർപെട്ടാൽ ആ കുട്ടിക്ക് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യ യോഗ്യത നഷ്ടപ്പെടുകയും അങ്ങനെ സ്വർഗീയ ജീവിതം നിത്യജീവിതം നഷ്ടമാകുകയും ചെയ്തേക്കാം. ഈ കൂദാശയിലൂടെ ആ കുട്ടിയെ ഉത്ഭവഭാവങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും പിന്നീട് ആ കുട്ടി വളർന്ന് നന്മ തിരിച്ചറിയാൻ പ്രായമാകുമ്പോൾ കുമ്പസാരം, കുർബാന, മറ്റു കൂദാശകൾ, അതുപോലെ ദൈവത്തിൻ്റെ ഹിതവും കൽപ്പന അനുസരിച്ചുള്ളൊരു പ്രാർത്ഥനാ ജീവിതം എന്ന് ആ കുട്ടി തുടങ്ങുമ്പോൾ ആ കുട്ടിയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവം ധാരാളം കൃപകളും ദാനങ്ങളും ഭക്ഷിക്കുകയും ദൈവത്തിൻ്റെ മകനും മകളും ഒക്കെയായി ആ കുട്ടി മാറുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ വചനം 11-ൽ സ്നാപയോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ ജലം കൊണ്ടാണ് നിങ്ങളെ സ്നാനപ്പെടുത്തി, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനും അഗ്നിയാൽ നിങ്ങളെ സ്നാനപ്പെടുത്തുമെന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരു കുട്ടി മാമോദിസ സ്വീകരിക്കുമ്പോൾ ആ കൃപയിലേക്കാണ് ആ കുട്ടി എത്തിച്ചേരുന്നത്. ഇത് ശിഷ്യന്മാരിലൂടെ സഭയ്ക്ക് ഈശോ നൽകിയിരിക്കുന്ന അധികാരമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 20-ാം വചനത്തിൽ പ്രീക്ഷിത ദൗത്യത്തിൽ നമുക്കിത് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വചനം 11-ലും 15-ലും വചനം പഠിപ്പിക്കുന്നത്, ഈ വചനത്തിൽ സ്നാപയോഹന്നാൻ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നത് എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന്. കർത്താവിൻ്റെ വഴിയൊരുക്കാനായി ആദിയിലെ നിശ്ചയിച്ച് പ്രവാചകരുടെ ദൈവം മള്ളി ചെയ്ത് അയക്കപ്പെട്ട സ്നാപയോഹന്നാൻ പറയുന്നതും. അതുപോലെ ഈശോ വചനം 15 പറയുന്നുണ്ട്, സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണെന്ന് അരുളി ചെയ്ത് സ്നാപയോഹന്നാനിലൂടെ ജ്ഞാനസ്നാനത്തിൻ്റെ മാതൃക കാണിച്ചുകയും ചെയ്യുന്ന ഈശോയെ നമ്മളെ പഠിപ്പിക്കുകയാണ്, നാം ദൈവത്തിൻ്റെ മുന്നിൽ എളിമയും വിനയവും നിറഞ്ഞ മാർഗത്തിലൂടെ ചിരിക്കണം. നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം ദൈവദാനമാണെന്ന് മനസ്സിലാക്കി ദൈവകാരണത്തിൽ അഭയം തേടണം. അതിനുള്ള കൃപയ്ക്കാണ് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന്. ഈശോയുടെ ജ്ഞാനസ്നാനം കഴിഞ്ഞ ഉടൻ സ്വർഗം തുറക്കപ്പെടുകയും ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വരുന്നതും ഇവൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നുള്ള ദൈവസ്വരൂപം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഈശോ സത്യമായും ദൈവപുത്രനാണെന്ന്. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് പാപം ഏറ്റുപറഞ്ഞ് പാവം ഉപേക്ഷിച്ച് ഈശോ മാതൃക കാണിച്ചെന്ന ജ്ഞാനസ്നാനത്തിൻ്റെയും അല്ലെങ്കിൽ മാമോദിസയുടെ ജലത്താലും ആത്മാവിലും വീണ്ടും ജനിച്ച് കൂദാശകളുടെയും മാനസാന്തരത്തിന് യോജിച്ച പരിശുദ്ധാത്മാവിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചും ദൈവത്തിന് മുന്നിൽ എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃക പിന്തുടർന്ന് എല്ലാം ദൈവദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഗോതമ്പ് മണികളായി തീരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.